തണ്ണുക്കിണ്ണുക്കിണ്ണു താനന്നാനാ താക്കിണ്ണുക്കിണ്ണു തണ്ണുക്കിണ്ണുക്കിണ്ണു താനന്നാനാ താക്കിണ്ണുക്കിണ്ണു തണ്ണുക്കിണ്ണുക്കിണ്ണു താനന്നാനാ. മാനം തുടുക്കണ നേരം വെളുക്കണ് കാണാൻ കൊതിക്കണ് കണ്ണില് തൂവൽ വിരിക്കണ് കൂവൽ വിളിക്കണ് കാണാൻ തുടിക്കണ് നേരില് തക്കിണ്ണുക്കിണ്ണു തണ്ണുക്കിണ്ണുക്കിണ്ണു താനന്നാനാ തക്കിണ്ണുക്കിണ്ണു തണ്ണുക്കിണ്ണുക്കിണ്ണു താനന്നാനാ. Very good, very good. Thank you, sir. Thank you. Sebamoon, Asna and Devananda. Very good. ഒടിയന് ഇഷ്ടായോ പാട്ട്? ഒടിയന് ഓരോ പാട്ടും ഓരോ ഓർമ്മയാണ് മകളെ. ഓക്കെ. ഈ പാട്ടിൽ ഒടിയന്റെ ഓർമ്മ എന്താ? ഈ പാട്ടിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് അപ്പൂപ്പൻ താടിയാ. കണ്ടിട്ടുണ്ടോ അപ്പൂപ്പൻ താടി? മൂവിയുടെ വീഡിയോ സോങ്ങിലില്ലേ ചേച്ചിയുടെ ഇടയ്ക്ക് ഒടിയൻ വന്നിങ്ങനെ അപ്പൂപ്പൻ താടി ഇങ്ങനെ ഇടുമ്പോ ചേച്ചി അതുപോലെ ഞാൻ എപ്പോഴും വിചാരിക്കും നമുക്ക് ഈ ഗ്രാവിറ്റി ഇല്ലാതെ
ഈ അപ്പൂപ്പൻ താടിയെ പോലെ ഇങ്ങനെ പറന്ന് നടക്കാൻ പറ്റുമെന്നാണ്. പണ്ട് പട്ടം എന്റെ പൂജപ്പുരയുള്ള വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പായിരുന്നു, വലിയ പറമ്പായിരുന്നു. അവിടെ ഇപ്പൊ ഹിന്ദുസ്ഥാൻ ലേറ്റക്സിന്റെ ഹെഡ് ഓഫീസാണ് ഉള്ളത്. അതിന്റെ അപ്പുറത്ത്, ആ പറമ്പിനപ്പുറത്ത് പൂജപ്പുര പോലീസ് സ്റ്റേഷൻ. അപ്പൊ തൊട്ടടുത്താണ് എന്റെ വീട്. എന്റെ ചേട്ടനും ഞാനും കൂടി അവിടെ പട്ടം പറത്തുമായിരുന്നു ഈ പറമ്പിൽ. അപ്പൊ അങ്ങനെയാണ് പട്ടം പറത്തുന്നത് കാണുന്നതും ഈ പട്ടത്തിനെ പോലെ പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഓർത്തതും. അപ്പൊ ഈ പാട്ടിന്റെ സിറ്റുവേഷൻ ഇതിന്റെ ഡയറക്ടർ ശ്രീമാർജി പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പട്ടമാണ് ഓർമ്മ വന്നത്. ഈ പാട്ടിൽ നമ്മളിങ്ങനെ കണ്ണടച്ച് ശ്രദ്ധിച്ചാൽ ഒരു പട്ടം ഇങ്ങനെ പറന്നു പോകുന്ന പോലെ തോന്നാം. അതാണ് എന്റെ മ്യൂസിക്കൽ ആറ്റിറ്റ്യൂഡ് ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ മോളത് ആ പട്ടം പറത്തൽ ഇവിടെ കൊണ്ടുവന്നത് വളരെ സന്തോഷമായിരുന്നു. താങ്ക് യു സർ. മാത്രമല്ല അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ ഈ പറമ്പില്ലേ, ആ പറമ്പിന്റെ ജസ്റ്റ് മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിന്റെ അവിടെ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ അക്കാലത്ത് പറ്റിയ ആൾക്കാരാണ് ലാലേട്ടൻ, പ്രിയദർശൻ ചേട്ടൻ, അയ്യോ, അതുപോലെ ഞാൻ ഹരിചേട്ടൻ എന്ന് വിളിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീകാന്ത്, അശോകൻ ചേട്ടൻ, ഇവരൊക്കെ അവിടെ ഉണ്ടാവും. ഒരു എവർഗ്രീൻ ബസ് സ്റ്റോപ്പ്. ഒരു എവർഗ്രീൻ ബസ് സ്റ്റോപ്പ് ആയിരുന്നു അത്, സംശയമില്ല. ആ ബീനിങ്ങിൽ താക്കണക്കണ പാടിയില്ലേ, അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ താക്കണക്കണക്ക് കുറച്ച് മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത പോലെ തോന്നി. ഇങ്ങനെ മസിൽ ഒന്ന് പൂർണ്ണമായിട്ട് വിട്ടിട്ട് ഒന്ന് പാടിയ ഈ പാട്ട് ഒരുപാട് പ്രോട്ടീൻ കുടിച്ച പോലെ ഉണ്ട്. അത്രയും വേണ്ട, കുറച്ച് കുറച്ച് ജിമ്മി പോയത്. ജിമ്മി പോയി. കണ്ണ് കണ്ണ് തണ്ണ് കണ്ണ് കണ്ണ് താനനനാന കണ്ണ് കണ്ണ് തണ്ണ് കണ്ണ് കണ്ണ് താനനനാന. ബെറ്റർ ആണ്. അതുപോലെ ഇങ്ങനെ ഓരോ അക്ഷരമായിട്ട് തക്കിണക്കിണ് തണക്കിണക്കിണ്. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ഗാനമേള പ്രോഗ്രാം നടക്കുമ്പോഴാണ് അയാൾ വന്ന്, ഈ തണക്കിണക്കിണെന്ന് പറഞ്ഞാൽ തണുത്തുകൊണ്ടാണോ ഇങ്ങനെ തണക്കിണക്കിണെന്ന് പാടിയത്? അപ്പൊ ഞാൻ പറഞ്ഞു, ആർക്കും ഇവിടെ തണുത്തില്ല, ഒടിയൻ ഹോട്ട് ആണെന്ന് പറഞ്ഞു. അതല്ല, ആ വീഡിയോയില് ചേച്ചി ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടിരിക്കുമ്പോഴല്ലേ ഈ ലൈൻ വരുന്നത്. പിന്നെ ഈ പല്ലവിയുടെ ഒരു ഡൈനാമിക്സ് കുറച്ചും കൂടെ മനസ്സിലായാൽ നന്നായിട്ട് പാടാൻ പറ്റും. അങ്ങനെ അവിടെ ഡൈനാമിക്സ് വന്ന മാനം തുടുക്കണ നേരം, മാനം തുടുക്കണ നേരം, വെളുക്കണ കാണാൻ കൊതിക്കണ ഒരു ശ്വാസത്തിൽ വരണം. മാനം തുടുക്കണ നേരം, വെളുക്കണ കാണാൻ കൊതിക്കണ കണ്ണില്. സബാഷ്. തണം 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 തണം, അങ്ങനെയില്ലേ ചരണത്തിന്റെ എൻഡില്? അതൊന്ന് ക്രഷൻഡോ ആയിട്ട് പാടാൻ പറ്റുമോ? തണം 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 തണം, കുറച്ചും കൂടെ സ്വെൽ. തണം 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 തണം. അങ്ങനെ വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ആ മേലിലുള്ള പോർഷനിൽ ആ സംഗതിയൊക്കെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ആവണി, എന്തോ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ. താങ്ക് യു സർ. അങ്കിൾ, ഈ പാട്ട് നമ്മുടെ കേരളത്തിലാണോ റെക്കോർഡ് ചെയ്തത്, അത് വേറെ എവിടെയെങ്കിലാണോ? ചേച്ചി ഇവിടെ വന്ന് പാടിയതാണോ? ഇത് നമ്മുടെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെന്നൈയിലാണ് ചെയ്തത്. ഇത് പ്രോഗ്രാം ചെയ്തത് എന്റെ ഒരു പ്രിയപ്പെട്ട അനിയനാണ്, ആന്റണി എന്ന് പറയും. മാവലസ് പ്രോഗ്രാമറാണ്. പിന്നെ ശ്രേയയുടെ വോയിസ് റെക്കോർഡ് ചെയ്തത് മുംബൈയിലാണ്, അരവിന്ദ് ഓഡിയോ ഗറാഷ് എന്ന് പറഞ്ഞത്. അവിടെയാണ് സ്ഥിരമായിട്ട് ഞാൻ എന്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുക. ശങ്കർജിയുടെ വോയിസും അവിടെയാണ് റെക്കോർഡ് ചെയ്തത്. ഒടിയന്റെ കഴിഞ്ഞ മടിയൻ പറയാം. അത് കഞ്ഞിയെടുക്കട്ടാ, പഴങ്കഞ്ഞാണ് ഇഷ്ടം. അപ്പൊ ആവണിക്കുട്ടി, എന്തോ സാർ? തേങ്കുറിശ്ശിയിലെ ആ പെൺകുട്ടി ഗായിക അല്ലേ? പാട്ട് വളരെ ഇഷ്ടപ്പെട്ട പാടിയെന്ന് തോന്നുന്നു അല്ലേ? വളരെ ഇഷ്ടമല്ലേ പാട്ട്? പിന്നെ ഈ സിനിമയിൽ തന്നെ വേറെ കൊണ്ടുവരാന്ന് പറഞ്ഞ അതെ അതെ, സുദീപ് പാടിയത്. ലാലേട്ടൻ പാടിയ പാട്ടുണ്ട് അല്ലേ? ഒരു പാട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇത് നമ്മൾ ചെന്നൈയിലാണ് കമ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ ലാലേട്ടൻ പാട്ട് കേൾക്കാനായിട്ട് വന്നിരുന്നു. നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ ഇരുന്ന് തൊട്ടടുത്തിരുന്ന് ഈ പാട്ട് പാടി കൊടുക്കുന്നതൊക്കെ ഓർമ്മയുണ്ട്. അതുപോലെ ആന്റണി പെരുമ്പാവൂർ ചേട്ടനാണ് പ്രൊഡ്യൂസർ. അപ്പൊ എല്ലാവരെയും ഈ സമയത്ത് ഓർക്കാണ്. അപ്പൊ എന്തായാലും എനിക്കും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ആണ്. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഇന്നും എനിക്ക് ആ ഹൈ പിച്ച് പോർഷൻസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ബേസിൽ കുറച്ച് ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നി. അനുപല്ലവി ബീജി സ്റ്റാർട്ട് ചെയ്തത് കുറച്ചുകൂടി ശ്രുതിയിലേക്ക് ലയിക്കാനുണ്ടായിരുന്നു എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇമ്മ മിഴിക്കണ കണ്ണിലെ കരിപരത്തണ് കുറച്ച് ശ്രുതി ചേരണമെന്ന് എനിക്ക് തോന്നി. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നന്നായിരുന്നു. നല്ല ഇംപ്രൂവ്മെന്റ് ഇപ്പൊ പറഞ്ഞില്ലേ അതുണ്ട്. പിന്നെ ആ ഡൈനാമിക്സ് വന്നാലും നന്നായിരുന്നു. അത് പാടിപ്പിച്ചു. പക്ഷെ മിടിക്കുകയാണ്, നല്ലൊരു വോയിസിന്റെ ഉടമയാണ്.
Thank you. അതൊരു നല്ല സിനിമയിൽ പാടാൻ പറ്റുന്ന ഒരു വോയിസ് കിട്ടിയിട്ടുണ്ട്. Thank you, ഓക്കെ sir. Thank you. ഓക്കെ. മധു എങ്ങനെ പാടാതിരിക്കും? ഓടിയന്റെ കുട്ടിയല്ലേ? മാത്രമല്ല തേൻകുറിശ്ശിന്ന് സ്പെഷ്യൽ ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവണിക്കുട്ടി എന്തൊരു ഇമ്പ്രൂവ്മെന്റാ. ഈ തേൻകുറിശ്ശി തോന്നുകൊണ്ടാണോ തേൻ പോലത്തെ ശബ്ദം കിട്ടിയത്? ആയിരിക്കും. ഓടിയന്റെ അടുത്ത് ചോദിക്കാം. ആണോ ഓടിയ? ആണല്ലോ. ആണ്. ഞാനും വരാം തേൻകുറിശ്ശിയില് കുറച്ച് പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ. നല്ല ബ്യൂട്ടിഫുൾ വോയിസ്. ഈ പാട്ട് പാടുമ്പോ എനിക്ക് ആവണിക്കുട്ടീനെ കേൾക്കാനുണ്ടായിരുന്നു. സോ എന്താ പറയാ, എനിക്ക് അത് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്റെ ഫേവറേറ്റ് പാട്ടുമാണ്. മാർക്ക് വേണ്ടേ? മാർക്ക് വേണ്ടേ? അതുപോലെ ആവാൻ പറ്റൂല. എനിക്ക് മിമിക്രി എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് വരൂല. പക്ഷെ മനസ്സിലായി മനസ്സിലായോ? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, കുടഞ്ഞാണ്ട് ഇപ്പൊ ലാലേട്ടൻ ചെയ്യാൻ പറ്റുമായിരിക്കാം, പിന്നെ കമൽ സാറിന് ചെയ്യാൻ പറ്റുമായിരിക്കും, പിന്നെ നസീർ സാറിന് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് മറ്റേ ഇതല്ലേ, അഭിരാമി അഭിരാമി. പിന്നെ നസീർ സാറിന്റെ പോലെ അങ്ങനെയെങ്കിൽ അത് അത് ടെറിഫിക് ആവൂല. അപ്പോ ആവണിക്കുട്ടിക്ക് ഇന്ന് മാർക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോ 98 ആയിരിക്കും. പക്ഷേ ഇംപ്രൂവ്മെന്റ് അല്ലേ, അതും കൂടെ ചേർത്ത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.5 on 100 ടുഡേ. ഓൾ ദി ബെസ്റ്റ്. Thank you, ചേച്ചി.